ഫൈനൽ മത്സരങ്ങൾക്ക് ട്രാക്ക് ഉണർന്നു. ഒന്നാം ട്രാക്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം, രണ്ടാം ട്രാക്കിൽ BBC-യുടെ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ VBC കൈനകരിയുടെ വീയപുരം, നാലാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ. ഒന്നാം ട്രാക്കിലെ നടുഭാഗം ചുണ്ടൻ എത്തിയിട്ടുണ്ട്. മറ്റു ചുണ്ടൻ വള്ളങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. വൈകരുത്, മത്സരം വൈകരുത് എന്ന താക്കീത് സംഘാടകർ നൽകുന്നു. ഫൈനൽ മത്സരത്തിന് ട്രാക്ക് സജ്ജമായി. ഫൈനൽ മത്സരം തുടങ്ങി. ഒന്നാം ട്രാക്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം, രണ്ടാം ട്രാക്കിൽ BBC-യുടെ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ VBC-യുടെ കൈനകരിയുടെ വീയപുരം, നാലാം ട്രാക്കിൽ നിരണം മുന്നിൽ. അയ്യോ, നിരണം മുന്നിൽ. അതായത് BBC അട്ടിമറിക്കപ്പെടുകയാണോ? BBC അട്ടിമറിക്കപ്പെടുകയാണോ? അന്തിമ പോരാട്ടം, കലാശ പോരാട്ടത്തിൽ പുന്നമടക്ക് തീപിടിക്കുന്നു. പിന്നമടയിലെ ഓളങ്ങൾക്ക് തീപിടിക്കുന്നു. വീയപുരമാണോ നിരണമാണോ? ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം ക്ഷണിക്കുന്നു. അന്തിമ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. വള്ളാതുരുത്തി ബോട്ട് ക്ലബ് ഇത്തവണയും നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമോ എന്നറിയാൻ ഇനി മിനിറ്റുകൾ മാത്രം. മത്സരം വാശിയേറിയ മത്സരം ആരംഭിക്കുന്നു. കടുത്ത മത്സരമാണ്. ഈ ഒരുപക്ഷെ ഓളപ്പാത്തികൾക്കിടയിൽ നിന്ന് അഗ്നികുലിംഗങ്ങൾ ഉയരുന്ന കടുത്ത ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടമാണ് നടക്കുന്നത്. കുമരകം ബോട്ട് ക്ലബിന് നടുഭാഗമാണോ എന്നറിയില്ല. BBC 4 തവണ വിജയിച്ചവർ 5ാം സ്ഥാനത്തേക്ക് എത്തുമോ എന്നറിയില്ല. BBC കൈനകരുടെ വീയപുരം മൂന്നാം ട്രാക്കിൽ ഇവിടെ പുന്നമടയിലേക്ക് എത്തുമോ എന്നറിയില്ല. നാലാം ട്രാക്കിൽ നിരണം ബോട്ട് കട്ടക്ക് കട്ട പോരാട്ടം. പുന്നമടയുടെ ഓളങ്ങളെ വളഞ്ഞു മാറ്റി വീയപുരവും നിരണവും. സുരേഷ്, മത്സരം എങ്ങനെയാണ്? കടുത്ത മത്സരമാണോ? പറയൂ. പ്രവചനാതീതമായ മത്സരം. ഒന്നാം ട്രാക്കിൽ നടുഭാഗവും, രണ്ടാം ട്രാക്കിൽ കാരിച്ചാലും, മൂന്നാം ട്രാക്കിൽ വീയപുരവും, നാലാം ട്രാക്കിൽ നിരണം ചുണ്ടനും ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് വരികയാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചിറകിലേറി നടുഭാഗവും, വള്ളാതുരുത്തിയുടെ ചിറകിലേറി കാരിച്ചാലും, BBC-യിൽ വീയപുരവും, നിരണത്തിൽ നിരണം ബോട്ട് ക്ലബും. ആരായിരിക്കും കിരീടം ചോടുക എന്നറിയാൻ പറ്റാത്ത ശക്തമായ പോരാട്ടം നടക്കുകയാണ്. 5ാം കിരീടത്തിന് കുമരകം ടൗൺ ബോട്ട് ക്ലബിനെ വെല്ലുവിളിച്ചുകൊണ്ട് വള്ളാതുരുത്തി നേടുമോ? 7ാം കിരീടവുമായി കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഇവിടെ നിന്ന് മടങ്ങുമോ? BBC 86-ലും 87-ലും പിന്നാലെ 2024 BBC നിരണം നേടുമോ എന്നുള്ളതാണ്. ഒരല്പം മുന്നിലാണ് പള്ളാത്തുരുത്തി. പിടിച്ചു കെട്ടാൻ നടുഭാഗം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഒരല്പം മുൻപിൽ പള്ളാത്തുരുത്തി തന്നെ. BBC-യുടെ വീയപുരം ചുണ്ടൻ ഇത്തവണ കറുത്ത കുതിരകളാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ്. BBC-യുടെ വീയപുരം നിരണം ചുണ്ടനും വിട്ടുകൊടുക്കാനില്ല. കന്നിക്കിരീടവുമായി പുന്നമടയുടെ കായലിൽ നിന്ന് ഞങ്ങൾ നിരണത്തേക്ക് പോകുമെന്ന് പറയുന്ന നിരണം ചുണ്ടന്റെ ആവേശഭരിതമായ പോരാട്ടം. വെള്ളംകളിയുടെ എല്ലാ ആവേശവും കരകോടിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഈ പുന്നമടക്കായലിൽ നമ്മൾ കാണുന്നത്. ഒരല്പസമയത്തിനകം തന്നെ മത്സരം അവസാനിക്കും. കാരിച്ചാലും വീയപുരവും മൂന്നാം ട്രാക്കിലെ വീയപുരവും, രണ്ടാം ട്രാക്കിലെ കാരിച്ചാലും തമ്മിൽ ശക്തമേറിയ പോരാട്ടം. പള്ളാത്തുരുത്തിയും വീയപുരവും തമ്മിലുള്ള പോരാട്ടം, പള്ളാത്തുരുത്തിയും BBC-യും തമ്മിലുള്ള പോരാട്ടം, രണ്ട് കൈനകരിക്കാർ തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുക? 2018-ൽ നടുഭാഗം, 2019-ൽ പായിപ്പാട്, 2022-ൽ മഹാദേവികാട്, കാട്ടിത്തക്കേതില്, 23-ൽ വീയപുരം, 24-ൽ കാരിച്ചാലിലേറി പള്ളാത്തുരുത്തിയിലേക്ക് നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിന്റെ കിരീടം പോകുമോ എന്നറിയാൻ വില്ലേജ് ബോട്ട് ക്ലബ്ബാണോ? നടുഭാഗം, രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ വീയപുരം, നാലാം ട്രാക്കിൽ നിരണം. ആരാണ്? നിവർത്തിയില്ലാത്ത പോരാട്ടമാ. കടുത്ത പോരാട്ടം, തീപാറുന്ന പോരാട്ടമാണ്. തീപാറുന്നു. പോരാട്ടം. മേഘമാളികൾക്കിടയിൽ നിന്ന് ക്യാമറ തുറന്നുവിടൂ. റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന ചുണ്ടവെള്ളമാണോ? ചീറ്റപ്പുലിയാണോ? കുതിരയാണോ? അറിയില്ല. ഒരേ കുതിപ്പ്. പറയാൻ കഴിയില്ല. ആരെന്ന് പറയാൻ കഴിയില്ല.
ട്രാക്കിൽ പറയാൻ കഴിയില്ല. 4 വള്ളങ്ങൾ ഏതാണ്ട് ഒരുപോലെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. 4ാം ട്രാക്കിൽ കാരിച്ചാലാണോ നിരണമാണോ നിരണമാണോ ഒപ്പത്തിനൊപ്പം കാരിച്ചാൽ കാരിച്ചാൽ റെക്കോർഡ് BBC BBC റെക്കോർഡ് അഞ്ചാം തവണ തവണയും കപ്പുമായി വൃത്തിയിലേക്ക് പോകുന്ന ഇല്ല ഉറപ്പിക്കാറായില്ല കേട്ടോ. ഇത് ഫോട്ടോ പരീക്ഷയാണ്. പോരാട്ടം ഫോട്ടോ പരീക്ഷ അത് കാരിച്ചാലാണോ നിരണമാണോ എന്നറിയില്ല. വിഷ്ണു കേൾക്കാവോ? വിഷ്ണു ആരാ? വിഷ്ണു കാരിച്ചാലാണോ നിരണമാണോ കേൾക്കാമോ? ഞങ്ങൾക്ക് ക്ഷമ നശിക്കുന്നു. പറയൂ, ഞങ്ങൾക്ക് ക്ഷമ കെടുന്നു. പറയൂ. നമ്മുടെ ക്ഷമ നശിക്കും. ചരിത്രം 4 തവണ പൂർത്തിയാക്കി. 5ാം 4 മിനിറ്റ് 29 സെക്കൻഡ് 79 മൈക്രോ സെക്കൻഡ്. ഫോട്ടോ വീണ്ടും നെഹ്റു ട്രോഫി. ഒരേ സമയം. അയ്യോ അല്ല BBC-യും വിയപുരവും ഒരേ സമയം ഒരുമിച്ച് കയറി. കാരിച്ചാലും വിയപുരവും ഒപ്പത്തിനൊപ്പം. ഒപ്പത്തിനൊപ്പം കാരിച്ചാൽ വിജയിയായി പ്രഖ്യാപിച്ചു. BBC അഞ്ചാം തവണയും നെഹ്റു ട്രോഫിയിൽ തുടർച്ചയായി മുത്തമിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ കാരിച്ചാൽ ചുണ്ടനിലേറി പള്ളാത്തുരുത്തിയിലേക്ക് നെഹ്റു ട്രോഫി വീണ്ടും എത്തുന്നു. പ്രിയപ്പെട്ട പള്ളാത്തുരുത്തിക്കാരെ ആഘോഷിപ്പിൻ. അയ്യോ 5ാം തവണയും ചരിത്രമാണ്. പുന്നമടയുടെ ഏകഛത്രാധിപതി, പുന്നമടയുടെ രാജാവ്, പുന്നമടയ്ക്ക് മറ്റൊരാളില്ല. കാരിച്ചാൽ BBC സെക്കൻഡിന്റെ 5-ൽ 1 അംശത്തിൽ കാരിച്ചാൽ വിജയിച്ചു.